നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖല എന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷരങ്ങളുടെ സുൽത്താൻ എന്ന് ലോകം വിളിക്കുന്ന ഷാർജ ഭരണാധികാരിയുടെ ഭീമൻ കലാസൃഷ്ടി ഷാർജയിൽ പ്രദർശിപ്പിച്ചു. പ്രമുഖ മലയാളി ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷാണ് 1.25 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കലാസൃഷ്ടി ഒരുക്കിയത്. ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഇത് ലോകത്തിനായി സമർപ്പിച്ചത്. ഇത് മലയാളികൾക്ക് ഷാർജ ഭരണാധികാരിയുള്ള സ്നേഹാദരമായി ഈ ചടങ്ങ് മാറി. റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മുഖമാണ് പുസ്തകങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയത്. 1,30,000 പുസ്തകങ്ങൾ ഉപയോഗിച്ച് 60 അടി നീളത്തിലും 30 അടി വീതിയിലും 25 അടി ഉയരത്തിലുമായിരുന്നു ത്രിമാന ആർട്ട് ഇൻസ്റ്റലേഷൻ. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള പുസ്തകങ്ങൾ ഇതിനായി ഉപയോഗിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ ചിത്രകാരനും ശില്പിയുമായ മലയാളി ഡാവിഞ്ചി സുരേഷാണ് ഇത് തയ്യാറാക്കിയത്. ഇങ്ങനെ സുരേഷിന്റെ കരവിരുതിൽ മറ്റൊരു ലോകവിസ്മയം ഈ അറേബ്യൻ മണ്ണിന്റെ അക്ഷരമുറ്റത്ത് പിറന്നു. അതിൻ്റെ നിർമ്മാണ രീതിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ നൂലാമാലകളുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഏതാണ്ട് 25 അടിയോളം ഉയരവും അതുപോലെ തന്നെ 40 അടിയോളം വീതിയും ഒരു 75 അടിയോളം നീളമുണ്ട് ഇതിന്. അതും ഒരു ഫ്ലോറിലും ഗ്യാലറിലുമായിട്ട് ഇതിന് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച ഒരു ഫ്ലോറിലും ഗ്യാലറിലുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1,30,000-ത്തിനടുത്ത് ബുക്കുകൾ ഇപ്പോൾ ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. 1,00,000 ബുക്കുകൾ ഉപയോഗിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കുറച്ച് ബുക്കുകൾ ഇവിടുത്തെ ഷെയ്ഖ് അറ്റ്ലി ലൈബ്രറിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതും കൂടി കിട്ടിയപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ പുസ്തകങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു 100 മീഡിയങ്ങളിൽ വർക്കുകൾ ചെയ്യാന്നുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള 100 മീഡിയങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പം അത്തരം മീഡിയങ്ങളിൽ ഒരു മീഡിയമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഒരു റിസ്ക് നമുക്ക് ഒടിച്ചോ മടക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത അറിവിൻ്റെ ഒരു ലോകമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ ഈ പുസ്തകത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇതിൽ ഏറ്റവും റിസ്ക് പിടിച്ചത് ഈ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ചെയ്യാനുള്ള ആ റിസ്ക്കാണ്. കാരണം നമ്മൾ പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലത്ത് പുസ്തകം വെക്കുന്നത് പോലെയല്ല, കണ്ണുകൾക്ക് ഒരുപാട് നിറങ്ങളുണ്ട്. നമ്മളൊരു പെയിൻറ്റോ ബ്രഷോ ഒന്നും തൊടുന്നില്ല. ഈ പുസ്തകങ്ങളിലൂടെ മാത്രം കാണുന്ന കളറുകളിലാണ്. പുസ്തകത്തിൻ്റെ കവറിൻ്റെ കളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിറങ്ങളെല്ലാം. അത് നമ്മൾ ഷോട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം പിടിച്ചു. കാരണം ഇത്രയും കളറുകൾ കണ്ടുപിടിക്കാനും 2 ലക്ഷം ബുക്കുകളിൽ നിന്നാണ് നമ്മൾ 1 ലക്ഷം ബുക്കുകൾ നമ്മൾ കളറുകൾ തന്നെ സെലക്ട് ചെയ്തെടുത്തത്. ഇത് ടോട്ടൽ ഒരു 10 ദിവസത്തോളം എടുത്തു. അതിലൊരു 5 ദിവസം ഇതിൻ്റെ ഗ്യാലറി പണിയാൻ തന്നെ വേണ്ടി വന്നു. ഒരു 5 ദിവസത്തോളം രാത്രിയും പകലും നിന്നിട്ടാണ് ഈ പുസ്തകങ്ങൾ ഇത് ഓരോന്ന് നമ്മൾ അടക്കിയതും ഓരോന്ന് ചെയ്തതും. തൃശൂർ ലോക്സഭാംഗം TN പ്രതാപൻ MP-ക്കായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സ്വരൂപിച്ച പുസ്തകങ്ങളും ചേർത്തുവെച്ചാണ് വ്യത്യസ്തമായ ഈ ആശയം നടപ്പാക്കിയത്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എൻ്റെ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ പൂക്കളും പൂച്ചൊണ്ടും ഷാളും വാങ്ങിക്കാത്ത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ 1,00,000 പുസ്തകം എനിക്ക് സമ്മാനമായി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ ബുക്ക് ഫെയറിൽ അവർ എനിക്ക് പ്രതീകാത്മകമായി കൈമാറി. ഇന്ത്യൻ അസോസിയേഷൻ എല്ലാ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും UAE മറ്റു പല വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും
UAE വിവിധ സാമൂഹ്യ സംഘടനകളുമാണ് ആ പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ആ ബുക്കുകൾ കേരളത്തിലേക്ക് ഇന്ത്യൻ അസോസിയേഷൻ എത്തിച്ചു തരാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കിയപ്പോഴാണ് ഷാർജ ഷെയ്ഖിൻ്റെ ഒരു ചിത്രം പുസ്തകം ഉപയോഗിച്ച് നിർമ്മിക്കണം എന്നുള്ളൊരു ആശയം നേരത്തെ സമൂഹത്തിലുണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ അത് രാവഞ്ചി സുരേഷുമായി കണക്ട് ചെയ്തു. രാവഞ്ചി സുരേഷ് എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, എൻ്റെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ അടുപ്പമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ MLA കൂടിയായിരുന്നു. അങ്ങനെ രാവഞ്ചി സുരേഷ് ഇതിൽ ഏറ്റവും മിടുക്കനാണെന്നുള്ള ആശയം ഇന്ത്യൻ അസോസിയേഷനുമായി പങ്കുവെച്ചു. അങ്ങനെ 1,00,000 പുസ്തകം കൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ച ഷാർജ ഷെയ്ഖിൻ്റെ ഈ ചിത്രം 1,30,000-ഓളം പുസ്തകം ഉപയോഗിച്ചിട്ടാണ് രാവഞ്ചി സുരേഷ് നിർമ്മാണം ആരംഭിച്ചത്. അതിലൊരു നിമിത്തമാകാൻ, അതിലൊരു വാക്കാവാൻ, അതിലൊരു ചെറിയ കണ്ണിയാവാൻ കഴിഞ്ഞതിൽ ഒരു മലയാളി എന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട്. ഈ രാവഞ്ചി സുരേഷിന് മലയാളികളുടെ എല്ലാവരുടെയും ഒരു കൾച്ചറൽ അംബാസഡർ എന്ന നിലയിൽ പ്രത്യേകമായും അഭിവാദ്യം കൂടി കൊടുക്കുകയാണ്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ മലയാളി വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇവർ ഇന്ന് ഈ 3D ആർട്ട് ഇൻസ്റ്റലേഷൻ കണ്ടിരിക്കുകയാണ്. അവരോട് നേരിട്ടൊരു അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? റൂളറിൻ്റെ 3D ആനിമേഷൻ കണ്ടെന്ന് തോന്നുന്നു. കുറേ ഡീറ്റെയിൽസ് കൊടുത്ത് നല്ല ഹാർഡ് വർക്കോടെയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ അത് പേ ഓഫ് ചെയ്യുന്നത് എല്ലാവരും കൂട്ടി കാണാൻ നല്ലതാണ്. ഇത് നമ്മളുടെ ഷേക്ക് നമ്മുടെ കൺട്രിയിൽ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ കൺട്രി ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് നല്ലതുണ്ട് കാണാൻ. അപ്പോൾ ഈ ബുക്സ് കൊണ്ട് ചെയ്ത് കുറേ സമയം എടുത്തായിരിക്കും. അപ്പോൾ അത് നല്ലോണം ഇരിപ്പുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ പോലത്തെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ട് എനിക്ക് ഭയങ്കര ഒരു അതിശയമായി. അപ്പം ഒരാൾക്കല്ല, കുറേ ആൾക്കാർ ബുക്സ് ഒക്കെ വെച്ചിട്ട് ഒരു വേൾഡ് റീഡിംഗ് ഡേ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പിള്ളേരും കൂടെ ബുക്ക് റീഡ് ചെയ്യാൻ ഇച്ചിരി ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം ഷാർജ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ പിള്ളേരും ഇത് കണ്ടിട്ട് ഇൻസ്പയർ ചെയ്യും. ഷാർജ ഗവൺമെന്റിന് കീഴിലെ ഗ്രാമകാര്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മാജിദ് ബിൻ സുൽത്താൻ ബിൻ സക്കർ അൽ ഖാസിമി ആർട്ട് ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം ചെയ്തു. ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ രക്ഷാധികാരി അഹമ്മദ് മുഹമ്മദ് ഹമദ് അൽ മിദ്ഫ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. UAE ഇന്ത്യൻ സമൂഹത്തിനുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദരം കൂടിയാണ് ഈ കാണുന്നത്. 2 ആഴ്ച നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണിത്. ഇതിനേറെ മുൻകൈയെടുത്ത ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഗൾഫിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അസോസിയേഷനായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് YA റഹീം നമ്മുടെ പോകുന്നുണ്ട്. വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത് ദൈവകൃപ കൊണ്ടാണ്. കാരണം പുസ്തകം കൊണ്ട് ഷാർജയിലെ ഹൈനസ് സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം നിർമ്മിക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ ആ ആർട്ടിസ്റ്റ് സുരേഷ് ഡാവിഞ്ചി അത് പറയുമ്പോൾ നമ്മൾ ഇത്രയും അത് വിശ്വസിച്ചിരുന്നില്ല. അങ്ങ് സൂചിപ്പിച്ചത് 2 ആഴ്ചയാണ്, 2 അല്ല, കഴിഞ്ഞ 5-6 മാസമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. കഴിഞ്ഞ 2 മാസക്കാലം അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജിക്കും ബുക്കിൻ്റെയും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി 2 ആഴ്ച ഈ ഹാളിൽ ഇതിൻ്റെ പണിപ്പുരയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം 2 ആഴ്ചയാണ്. ആ കഠിനാധ്വാനത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ജനറൽ സെക്രട്ടറി, ട്രഷറർ, ജോയിൻറ്റ്, അതിനുപരി ഷാർജ ഇന്ത്യൻ സ്കൂളിൻ്റെ ബോയ്സ് ആൻഡ് ഗേൾസ് പ്രിൻസിപ്പൽ, അതുപോലെ നമ്മുടെ കുട്ടികൾ, അവരുടെയൊക്കെ പ്രാക്ടീസിൻ്റെ ഫലമാണ്. സുരേഷ് ഡാവിഞ്ചി ഇത് വെക്കുമ്പോൾ 2 സൈഡിൽ ബുക്ക് കൊടുക്കാനും എല്ലാത്തിനും നമ്മുടെ സ്കൂളിലെ സ്റ്റാഫും അതുപോലെ കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു. സുരേഷ് ഡാവിഞ്ചിയുടെ ഈ ഒരു ക്രിയേഷൻ ഒരാളും ഏറ്റെടുക്കാനില്ലാതിരുന്നു. കാരണം അതിൻ്റെ വിശ്വാസക്കുറവുള്ളതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അത് ഏറ്റെടുക്കുകയും സുരേഷ് ഡാവിഞ്ചിയെ പോലെ വലിയ ഒരു ആർട്ടിസ്റ്റിനെ, ലോകമറിയുന്ന വലിയൊരു ആർട്ടിസ്റ്റായി ഒരുപാട് ഉയർന്നു നിൽക്കുമ്പോൾ അതിന് മുത്തുങ്ങകളിലെത്താൻ അദ്ദേഹത്തിനൊരു അവസരം നൽകാൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയ്ക്ക് കഴിഞ്ഞു, ഷാർജ ഇന്ത്യൻ സ്കൂളിന് കഴിഞ്ഞു. ഞങ്ങൾക്ക് അത് അഭിമാനമുള്ള കാര്യമാണ്. കാരണം സുരേഷ് ഡാവിഞ്ചി വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണ്. ബുക്ക് കൊണ്ട് ഈ 70 അടി, 40 അടി, 100 അടി ആ പ്രക്രിയയിൽ ബുക്ക് ആരും ചെയ്തിട്ടില്ല. ഇത് ഹൈനസിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ വഴി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം അദ്ദേഹം പുസ്തകത്തെ സ്നേഹിക്കുന്ന, എഴുത്തുകാരെ സ്നേഹിക്കുന്ന, ഷാർജ അന്തർദേശീയ പുസ്തകമേള നടത്തുന്ന വലിയ ഒരു വേൾഡ് വൈഡ് വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഈ ലോകമെമ്പാടും ഉള്ള എല്ലാവർക്കും അദ്ദേഹത്തെ 3D ഡയമെൻഷനിലൂടെ കാണാനും ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു നന്ദി
ഒരു ഈ പറഞ്ഞതുപോലെ അദ്ദേഹം കഴിഞ്ഞ 45 വർഷമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയ്ക്കും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും വാരിക്കോരി സ്ഥലവും പണവും എല്ലാം തരുന്ന അദ്ദേഹത്തിന് കൊടുക്കാനുള്ളൊരു ട്രിബ്യൂട്ട്. ആ ട്രിബ്യൂട്ടിന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഈ കഠിനാധ്വാനത്തിന് പിന്നിലെ മറ്റൊരു മുഖമാണ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ടി.വി. നസീർ. എങ്ങനെ വിലയിരുത്തുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്, അധ്വാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ്, എങ്ങനെ വിലയിരുത്തുന്നു? ഷാർജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷാർജയിലെ ഭരണാധികാരി ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ അൽ ഖാസിമി പുസ്തകങ്ങളുടെ രാജാവാണ് അദ്ദേഹം. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന പുസ്തക മേള ഷാർജയിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ട ഇന്ത്യയുടെ MP ടി.എൻ. പ്രതാപൻ കുറേ ബുക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള ലൈബ്രറിയിലേക്ക്, സ്കൂൾ ലൈബ്രറിയിലേക്ക് അയക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുകയും ഒരുപാട് സ്കൂളുകളും വെൽവിഷേഴ്സും ബുക്ക് കളക്ട് ചെയ്തു. പിന്നീട് അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയപ്പോഴാണ് അതിനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സപ്പോർട്ടിങ് കാര്യങ്ങൾ ഇതൊന്നും ഒരു താൽക്കാലിക സംവിധാനത്തിൽ പറ്റില്ലാതെ മനസ്സിലാക്കുകയും എക്സ്പോയിലേക്ക് ആ സംവിധാനം മാറ്റുകയുണ്ടായിരുന്നു. ഇത് ലോകത്ത് തന്നെ ഒരു വിസ്മയമാണ്. ഇന്ന് ഞങ്ങൾ ഗിന്നസ് റെക്കോർഡിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാധാരണഗതിയിൽ ഗിന്നസ് റെക്കോർഡ് ഒരു വേറെ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് മറികടക്കുമ്പോഴാണ് വീണ്ടും ഒന്നിലേക്ക് വരുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ വേൾഡിൽ ഫസ്റ്റ് റെക്കോർഡാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പിക്ചറ് പുസ്തകം കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ലോകത്ത് തന്നെ മാതൃകയും മാത്രമല്ല വേറെ ഒരു മെറ്റീരിയൽ പോലും ഉപയോഗിക്കാതെ, പുസ്തകമല്ലാതെ വേറൊരു മെറ്റീരിയലും പോലും ഉപയോഗിക്കാതെയാണ് ഈ പരിപാടി ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭരണസമിതിയും ഇന്ത്യൻ അസോസിയേഷൻ രജിസ്റ്റേർഡ് ചെയ്ത 24 സംഘടനയും എല്ലാവരും 100% സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ അസോസിയേഷനും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ എഫേർട്ട് എടുത്തു. ഷാർജ എക്സ്പോ സെന്ററിലെ 1-ാം നമ്പർ ഹാളിലാണ് സൗജന്യ പ്രദർശനമൊരുക്കിയത്. മലയാളി സമൂഹം വായനാ ദിനം ആഘോഷിച്ച ജൂൺ 19 ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളി അംഗങ്ങളുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഭരണാധികാരിക്ക് ഒരു മലയാളി ശില്പിയുടെ ഈ സ്നേഹാദരം അർപ്പിച്ചത്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭാവന വളർത്തുന്ന ഒരു സംഭവമാണല്ലോ പുസ്തകം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയുടെ സൗന്ദര്യത്തിനനുസരിച്ച് പല കഥാപാത്രങ്ങളും പല രീതിയിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പുസ്തകങ്ങൾ കൈവടിയാതിരിക്കുക, നമ്മളുടേതായ ഭാവനകൾ വളർത്താൻ വേണ്ടി ഇടയ്ക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളത്. സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കലാവിരുതായിട്ട് ഇത് തോന്നുന്നുണ്ട്. വളരെ കൃത്യമായ രീതിയിലുള്ള വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടൊരു ഭരണാധികാരിയുടെ ചിത്രം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ഈ പ്രവാസികൾ, ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അന്നം തരുന്ന ഈ നാട്ടിൽ നമ്മൾ നൽകിയ ഒരു സമ്മാനം, ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നൽകിയ ഒരു സമ്മാനമായി ഇതിനെ കണക്കാക്കും. വരും തലമുറ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുകയാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാകാം ഒരു ഭരണാധികാരിക്ക് ലോക പുസ്തകങ്ങൾ കൊണ്ട് ഒരു പ്രവാസി സമൂഹം ഒരു കലാസൃഷ്ടി സമർപ്പിക്കുന്നത്.